പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് പ്ലസ് കോമഡി ഷോ ആരംഭിക്കുകയായി. ഏവരെയും വീണ്ടും ഒരിക്കൽ കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള നാട് പൂലാനി. ദുൽഖർ സൽമാന്റെ ആദ്യ ഹിന്ദി ചിത്രം കാർവാനിൽ ഒരു ചാക്യാരായി സിനിമയിൽ അരങ്ങേറ്റം. ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാരുടെ അപരനായി വേദികളിൽ. എന്റെ മക്കള് വരുന്നു, കേറി വേണോ മക്കളെ? DNA, നസീറിന്റെ റോസി എന്നീ മലയാള ചിത്രങ്ങളിലെ അഭിനേതാവ്. ദുബായിലും ഖത്തറിലും ഷാർജയിലും ഒമാനിലും സിംഗപ്പൂരിലും കൂടാതെ ഒട്ടേറെ വേദികളിലും ചാക്യാർ വേഷത്തിലൂടെ മധുരം മലയാളം എന്ന ഹാസ്യ പരിപാടിയിലൂടെ ശ്രദ്ധ നേടിയ കലാകാരൻ. സ്പോട്ട് ഡബ്ബിംഗ്, സാൻഡ് ആർട്ട്, മിമിക്രി, നാടൻപാട്ട് എന്നിവയിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന പ്രിയ കലാകാരൻ. മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പ്രദീപ്. സ്റ്റേജിലെ ഒരു മിന്നുന്ന താരത്തെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം പ്രദീപ് പുലാനി. ഇപ്പൊ മിമിക്രിക്കാർ ചാക്യാർ അനുകരിക്കാറുണ്ട്, പക്ഷെ ചാക്യാരിലൂടെ മിമിക്രി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് താങ്കളുടെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ആദ്യം ഒരു കോമഡി സീനാണ് കാണിച്ചത്, പെട്ടെന്ന് തന്നെ സെന്റിമെന്റ്സിലേക്ക് ഡൈവേർട്ട് ആയി എന്നുള്ളതാണ്. അത് രണ്ട് ഇമോഷൻസ് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിച്ചത് ഒരു ഉഗ്രൻ ആക്ടറിനെ സാധിക്കുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കലാകാരനാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മികച്ച കലാകാരൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത എല്ലാ പെർഫോമൻസും ഒരു തികഞ്ഞ കലാകാരൻ എന്ന് പറയാം. ഒരുപാട് വേദികൾ കിട്ടട്ടെ. വെൽക്കം മിസ്റ്റർ പ്രദീപ് പുലാനി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എവിടെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോഴും മിണ്ടാനൊക്കെ ഒരു വിഷമാണല്ലോ. പല ആളുകളുടെ മുഖത്തും ഭയങ്കര ചിരിയൊക്കെ കാണുന്നുണ്ട്. ഒരു കയ്യടി ആയാലോ അങ്ങോട്ട് എല്ലാവരും ചേർന്ന്. അവ്യക്തം കൃതോ പ്രതികടം പ്രദസ്യാഹ. വല്ലതും മനസ്സിലായോ? മനസ്സിലാവൂല, ഇതിനർത്ഥമില്ല, വെറുതെ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. സംശയിക്കണ്ടാട്ടോ, ശരിയായ ചാക്യാരല്ല. ഇവിടെ ഇത്രയും മനോഹരമായൊരു പരിപാടിയൊക്കെ ഇവിടെ നടക്കുമ്പോ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങള്, നാട്ടിലെ കാര്യങ്ങളും പ്രവാസ ലോകത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വേഷം കെട്ടി വന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇത്രയും സംഭവ ബഹുലമായ, ഇത്രയും വിപുലമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പുറകില് അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ ആ പ്രിയപ്പെട്ട സംഘാടകർക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക്, മറ്റു എല്ലാ സംഘാടകർക്കും, ആ എല്ലാ കുടുംബാംഗങ്ങൾക്കും ചാക്യാർ നേരത്തെ പറഞ്ഞ പഠിച്ച കയ്യടിയല്ല കേട്ടോ, കുശുമ്പിൻ്റെ കയ്യടിയല്ല വേണ്ടേ. ഒരു പട്ടക്കം പൊട്ടുന്ന രീതിയിലൊരു കയ്യടി അങ്ങോട്ട് എല്ലാവരും ചേർന്ന്. ഓ, പടക്ക പൊട്ടുന്ന രീതി കയ്യടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി അവിടെ ഒന്നുണ്ട്, ഒരു വരലിക്ക് അതിങ്ങനെ വേണം. മടിയാണേ, ഈ മലയാളിക്ക് മടിയാന്നേ അല്ലേ. എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ആഘോഷിക്കണേ അല്ലേ. അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആഘോഷിക്കാൻ വന്നിട്ട് ഇങ്ങനെ വിരലിക്ക് കയ്യടിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയാം. ഇവിടുത്തെ കാര്യമില്ല കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ 14 ജില്ലയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഇത്തിരി ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയ ഹിന്ദിയിൽ സംസാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ. കാര്യം എന്താ? ബംഗാളി. ഈ സാറിനൊരു കയ്യടി കൊടുത്തേ. ആലപ്പുറത്ത് കയറാൻ ബംഗാളി, തെങ്ങുമ്മ കയറാൻ ബംഗാളി, ബാർബർ ഷോപ്പിൽ ചെന്ന് അവിടെ ബംഗാളി, എവിടെ നോക്കിയാലും ഹിന്ദി സംസാരിക്കണം. അപ്പോൾ ഈ കൊട്ടാരക്കരയുള്ളൊരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ബംഗാളികളെ കുറിച്ച്. മലയാളീനെ കളിയാക്കിക്കൊണ്ടുള്ള പാട്ടാ. നിങ്ങൾക്ക് അറിയണ പാട്ടാണെങ്കിൽ എൻ്റെ കൂടെ കൈയടിക്കുമോ?
എൻ്റെ കൂടെ കൈയടിക്കൂ. ആ ഇവിടെ എനിക്കതൊന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. എവിടെ തിരിഞ്ഞാലും ബംഗാളി. തബല ചേട്ടാ, തബല കേക്കള്ളേലോ. ആ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യൂ ആ ബംഗാളിയുടെ പാട്ടിന്. ഒരു കയ്യടി ഓർക്കസ്ട്ര ടീമിന് അങ്ങോട്ട് കൊടുത്തേ എല്ലാവരും ചേർന്ന്. ആ ബംഗാളികളെ കുറിച്ചുള്ള പാട്ടാണ്. കട്ട് ചെയ്തോ, മേളം കട്ട് ചെയ്തോ. ഇനി പോട്ടെ. എവിടെ തിരിഞ്ഞാലും ബംഗാളി. താളത്തിന് എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണ് മലയാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണ് മലയാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ എന്തൊരു അന്തസ. കാരണം നമ്മള് മലയാളിയുടെ മടീനെ കുറിച്ചിട്ടാ പറയണേ. എന്തായാലും ആ മലയാള നാടിനെ വിട്ട് ഈ പ്രവാസ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കണം അല്ലേ? വെറുതെ വേണ്ട. ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 30 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 30 പ്രാവശ്യം. 30 പ്രാവശ്യം. ഇത്രയും ഉറക്കെ പറയോ? 30. ഈ 30-ന് ഒരു കയ്യടി കൊടുത്തേ അങ്ങട്. ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 30 പ്രാവശ്യം കൈയടിച്ചാൽ മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞേക്കണേ. സ്ത്രീകൾക്ക് പെട്ടെന്ന് സൗന്ദര്യം കൂടുന്നു. ഇവിടെ 30 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയമുണ്ടോ മലയാളിക്ക്? എപ്പോഴാ കൈയടിക്കുക? അടുക്കളയിൽ നിൽക്കുമ്പോൾ കൈയടിക്കാറുണ്ടോ? ഇല്ല ഇല്ല. അങ്ങനെ കൈയടിച്ച കെട്ടിയവന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടും. പ്രാന്തായി എന്ന് വെറുതെ ഒന്ന് കൈയടിക്കണ്. ഇവിടെ 3 അല്ല 30 അല്ല, ഈ ജീവിതകാലം മുഴുവൻ ഒരസുഖവും വരാതിരിക്കാനും ഒപ്പം കൊടവയറ് കുറയാനും അതും കൂടി ഉണ്ട് അല്ലേ? കൊടവയറ് കുറയാനും കൂടിയുള്ള ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ബംഗാളി സുഹൃത്തുക്കളുണ്ടോ? ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോണേ. ഏതാ ബംഗാളി ഏതാ മലയാളി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം. പക്ഷേ മലയാളിനെ ഏത് നാട്ടിൽ ചെന്നാലും തിരിച്ചറിയാം. എങ്ങനെയാണെന്നറിയോ? ആ നിൽക്കണ ആളുകളുടെ വയറുമുളിക്കൊക്കെ കൊട്ടവേറുള്ളവൻ ആരോ മലയാളിയായിരിക്കും. പൊത്തി പിടിക്കണ്ട, ഞാൻ കണ്ടു. എന്തിനാ ഈ ഏക്കി പിടിക്കണേ, ബട്ടൺസ് പൊട്ടിച്ചളയണേ അല്ലേ? എന്തായാലും ഇവിടെ മടിയില്ലാത്തവരെന്ന് ഉറപ്പിക്കാൻ ഈ പരിപാടി ഗംഭീരമാക്കണം. നമുക്ക് തുടങ്ങണം. ആ പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കൊടുത്തേ. അങ്ങോട്ട് ഓരോളായിട്ടൊരു കയ്യടി കൊടുത്തേ. ഹാസ്യവും സംഗീതമൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗംഭീരമായൊരു പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഇത്രയും വലിയ നല്ല മനസ്സുകളോടൊപ്പം ഇത്രയും വലിയ കലാകാരന്മാരും കലാകാരികളോടൊപ്പം നാട്ടിൽ നിന്ന് വേഷം കെട്ടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊന്ന് വേദിയിലേക്ക് കയറിക്കോട്ടെ? ഇങ്ങനെ കാണിക്കാനാണോ പറഞ്ഞേ? ഒരു 30 പ്രാവശ്യം കൈയടിച്ച മനുഷ്യന് അറ്റാക്ക് വരും. കയറിക്കൂടെ? ഗൾഫ് നാടുകളിലും നാട്ടിലുമായി അനവധി സ്റ്റേജുകൾ തൻ്റേതായ ശൈലിയിൽ പുതിയ കോമഡി ഷോയുമായി നമ്മുടെയൊക്കെ ഹരമായി മാറിയ പ്രിയപ്പെട്ട പ്രദീപ് പുല്ലാനിയെ സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ലോകം മുഴുവൻ നന്മയുണ്ടാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു കലാവിരുന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പുട്ടിന് പീരിടണ മാതിരി ചാക്യാർ വേഷം ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നേ. ഒന്ന് ചിരിക്കുക, ഒന്ന് ചിന്തിക്കുക, അങ്ങനെ നേരം പോണത് അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് വിളിക്കുക അല്ലേ? ആ പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഗീത ലോകത്തെ നിറസാന്നിധ്യമായി നിൽക്കുന്ന തൻ്റെ വേറിട്ട ശബ്ദം കൊണ്ട് പ്രേക്ഷക മനസ്സുകളെ കൂടെ ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു പ്രിയപ്പെട്ട പാട്ടുകാരി. ആ പാട്ടുകാരിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമുക്ക് ആ ഗായികയുടെ വളരെ മനോഹരമായ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം അല്ലേ? संग तेरा उड़ा पतंग मेरा
हवा में होके मलंग छोड़ा घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना छोड़ा घर बार मेरा ओ मखना. ആ പ്രിയപ്പെട്ട ഗായികയെ ഒരിക്കൽ കൂടി സ്നേഹപൂർവം നിറ കയ്യടി കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹൈ റൺ ടൺ. Hello Bahrain. Oh, thank you so much. Hello Bahrain. അതാണ് എനർജി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബഹ്റൈനിൽ വരുന്നത് ഒരു പ്രോഗ്രാമിനായിട്ട്, അതും സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതും അതും ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ വന്നതിൽ അതിലും സന്തോഷം. ഓക്കെ, അപ്പം നമ്മൾ തുടക്കമായിട്ട് നമുക്ക് എന്തായാലും ഒരു മനോഹരമായിട്ടുള്ളൊരു ഡിവോഷണൽ സോങ് ആണ്. അപ്പം ഇതിൻ്റെ കോറസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. അപ്പോൾ തുടങ്ങാം. യെസ്, ഓക്കെ. തുടങ്ങുന്നതിന് മുന്നേ ഒരു അടിപൊളി കയ്യടി തരാമോ? താങ്ക് യു.
സർവേശ്വരൻ്റെ തൃപാദങ്ങളിൽ ഈ പരിപാടി സമർപ്പിച്ചുകൊണ്ട് ആദിഫല പെരുന്നാളിൻ്റെ ആ പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് പുണ്യ ഒരു നിമിഷം ഇങ്ങോട്ട് വരൂ. പുണ്യ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് ഹൈ അല്ലേ. എന്തായാലും ഇനി ഒരു ഗായകനെ കൂടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് നമുക്ക് വിളിക്കാം അല്ലേ. സംഗീതം ജീവനായിട്ട് നെഞ്ചോട് ഏറ്റെടുത്ത കുഞ്ഞുനാൾ മുതൽ നമ്മളിന്ന് സംഗീത ഓരോ പ്രോഗ്രാമിലും കണ്ടുവരുന്ന ഒരു കലാകാരനാണ് ഈ NG ശിവകുമാറിൻ്റെ ഒരു അവതരണത്തിൽ എപ്പോഴും പറയും ഒടിയൻ എന്നൊരു അപരനാമം. അപ്പം നമ്മൾ വിചാരിക്കും മോഹൻലാലിൻ്റെ ഒടിയനാണോ എന്ന്. അതല്ല കേട്ടോ, കയ്യും കാലൊക്കെ എപ്പോഴും ഒടിയുന്ന ഒരു പാട്ടുകാരൻ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും ആ പ്രിയപ്പെട്ട ആ കൊച്ചു ഗായകനെ അല്ലേ, കൊച്ചു തന്നെ എന്ന് പറയാം, നമുക്ക് ആ പ്രിയപ്പെട്ട ആ ഗായകൻ ആരാണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. ഏകദേശം പേരൊക്കെ അറിയാം, എങ്കിലും ആ പ്രിയപ്പെട്ട കലാകാരൻ്റെ ആ പ്രൊഫൈൽ വീഡിയോ കൂടി കണ്ടിട്ട് പുണ്യ പോകരുത്, നമുക്ക് ഒരുമിച്ച് പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ. അപ്പം എന്തായാലും പ്രൊഫൈൽ ഒന്ന് കാണാം നമുക്ക്. ഹൈ ടൺ 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 ടൺ. May I have your attention, please? പെർഫോമൻസ് പാട്ട് തകർത്തു. ഒരു വരവൂടി വരേണ്ടി വരും. Tiger Trump. ഹലോ ബഹറേ, എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അയ്യോ അടിപൊളി, സൂപ്പർ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ, നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ. ചിലരുടെ മുഖം മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട്. ചക്കേര് എന്തുണ്ട് വിശേഷം? അതായത് ഒരു കാര്യമുണ്ട്, ഞാനിവിടെ പറഞ്ഞു കൊച്ചു ഗായകൻ എന്നൊക്കെ പറഞ്ഞു. താങ്കളെ എല്ലാ എയർപോർട്ടിലും പിടിച്ചു നിർത്താന്ന് പറഞ്ഞു വിടാണ്ടിരിക്കാനായിട്ട്. അതെ. അതെന്താ കാരണം? അങ്ങനെയൊന്നും ഇല്ലെന്നേ. അത് അവര് എൻ്റെ ഈ മുടിയും ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങ് പിടിച്ചു നിർത്തുവരെ. അതൊന്നും അല്ലല്ലോ, പ്രായം തയ്യാത്ത അങ്ങനത്തെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുഴപ്പമൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇടയിലായിട്ട് പോകുന്നത്. എന്തായാലും എല്ലാവരും അടിപൊളി മൂഡിലൊക്കെയാണ് പാട്ടുകൾ പ്രതീക്ഷിക്കണേ. പ്രൊഫൈല് കണ്ടു. എന്തായാലും നമുക്കൊരു ഭക്തിഗാനത്തോടു കൂടി തുടങ്ങി. ഉറപ്പായിട്ടും. ഇപ്പൊ ചാക്യാർക്ക് ഇതിരിക്കട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു കുറച്ച് മണിക്കൂറത്തേക്ക് നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് വരാൻ പോകണം. എല്ലാവരെയും ഈ ഷോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കുറച്ച് ഡാൻസൊക്കെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ, ഒരു ഭക്തിഗാനത്തോടെ നമ്മൾ പാടാൻ വേണ്ടി പുണ്യ ചേച്ചിയോടെ വിളിക്കുകയാണ്. റെഡി? ഉയിരിൻ നാഥനേ
ഉലകിൻ നാദിയേ ഇരുളിൻ വീതി തിരിയായി നീ വരൂ ഉയിരിൻ നാദനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതി തിരിയായി നീ വരൂ ആലംബമെന്നും കടലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പുരുളേ എന്റെ ഉൾപ്പാതയിൽ ഉൾപ്പൂവു നീ തൂകിയിടുന്നു എന്റെ കണ്ണീർകളും പൂവാല പോൽ മായ്ക്കുന്നു നീ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതി തിരിയായി നീ വരൂ എന്റെ കണ്ണീർകളും പൂവാല പോൽ മായ്ക്കുന്നു നീ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതി തിരിയായി നീ വരൂ ഉയിരിൻ നാഥനേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ് ആണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ടല്ലേ വന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യണം. ഫോണിൻ്റെ അയവത ഞാൻ പറയേണ്ടതേ, ഇത് ഫോണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ പരിപാടി തികയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ പാട്ടിനൊത്ത് ഞാൻ ഇവിടെ നിന്ന് കൈ കാണിച്ചു തരാം, അതിനൊത്ത് എല്ലാവരും ഒന്ന് വേവ് ചെയ്ത് അടിപൊളിയായിരിക്കും. സൂപ്പർ. ഏത് സൈഡാണ് നോക്കട്ടെ? ലെഫ്റ്റ് സൈഡ്. അതെ വരുന്നുണ്ട്. ഇനിയും ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇത്രയും പോരാ, നമുക്കിങ്ങനെ മിന്നാമിനിങ് പോലെ ഇങ്ങനെ കാണാം. പോട്ടെ. ലെഫ്റ്റ് സൈഡാണ് കുറച്ചുകൂടെ എനർജിയും തോന്നുന്നു ഇതിൽ. റെഡി എല്ലാവരും? ഓൾ ഓഫ് യു പോകാം. റെഡി എല്ലാവരും പൊക്കിയോ? പാടുന്നു പ്രിയരാഗങ്ങൾ ശരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ
ചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീ പെയ്യുമോ പ്രണയാദ്രമീ ശാഖിയിൽ ഇന്നിതാ. സൂപ്പർ. ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൽ വരാതിൽ വേലായലഞ്ഞിടാൻ തമ്മിൽ ചേരുന്നു നാം തലോടുമിന്നലകൾ കുളിരോർമത്തൻ വിരലാൽ തുടരുന്നൊരേ സഹയാത്രയിൽ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. കൂടെ പാടിക്കോ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം കേട്ടുടാ തേടുന്നു കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ. 1 2 3 4 ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. ആകാശമേ നീ പെയ്യുമോ പ്രണയാദ്രമീ ശാഖിയിൽ ഇന്നിതാ. Thank you so much, guys. Come on, Bahiri. ഒരു വല്ലം പൊന്നും പൂവും കരുതിയിലച്ചാവും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടിപ്പാവും പടകാളി പെണ്ണെ നിന്നെ മണിമേൽ ചാത്തിടാം തുടനാളെ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാലും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടിപ്പാവും
ഒഴിച്ചു തരാം നിന്റെ തളിർമേനിയാകെ ഞാനോ മനിക്കാം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ തൊടുമെത്തി പൂവിലൊരുമ്മ വയ്ക്കാം അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ കരടിലാളുന്ന കനൽ വീഴുന്ന ശലഭം ഞാനല്ലേ കതിരവനെതിരിടും ഇളമുണക്കിളിയുടെ ചിറകിനരികെല്ലാം ഒരു വല്ലം പൊന്നും പൂവും കരുനീല ചാന്തും കണി കാണ കുന്നിൽ നിന്നും തിരുവോടിപ്പാവും കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം മാനത്തെ മാറിവിൽ ചെല്ലയൊന്നിൽ തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു യലിടാം തിളതിളങ്ങുന്നൊരിളനിലാവിന്റെ കസവും ചൂടിക്കാം അരിയിലാടുന്ന പുടവ മൂടുന്നൊഴകും ഞാനല്ലേ കനവില മധുരകമിടലിലൂടെ ഒരു മധുര മധുരമല്ല ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാതും കണി കാണ കുന്നിൽ നിന്നും തിരുവോടിപ്പാവും പടകാളി പെണ്ണെ നിന്നെ മണിമീയെ ചാത്തിയിടാം തുടുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം കുക്കു 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 Come on. Thank you so much. Thank you so much. See you again. സോ അടുത്തത് റഹ്മാൻ സാറിൻ്റെ ഒരു പവർഫുൾ സോങ് ആണ്. ഇപ്പം ഉണ്ടാക്കിയ ഒരു എനർജി അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇപ്പം നമുക്ക് തുടങ്ങാം. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்ந்தால் இந்த தேகம் கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் இந்த கண்கள் கொஞ்சம் மிருகம் கொஞ்சம் கனவு ஒன்றாய் சேர்ந்தால் இந்த நெஞ்சம் சந்திரலேகா கொஞ்சம் நிலவு கொஞ்சம் நெருப்பு
ஒன்றாக சேர்ந்தால் இந்த தேகம் கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாக சேர்ந்தால் இந்த தேகம் கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் இந்த கண்கள் கொஞ்சம் கருகம் கொஞ்சம் கனவு ஒன்றாய் சேர்ந்தால் இந்த நெஞ்சம் சந்திரலே கொஞ்சம் நெருப்பு ஒன்றாய் சேர்ந்தால் இந்த தேகம் கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் இந்த கண்கள் கொஞ்சம் மிருகம் கொஞ்சம் கனவு ஒன்றாய் சேர்ந்தால் இந்த நெஞ்சம் சந்திரலே അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു അടിപൊളി സോങ് തന്നെ പോവാം. ഞാൻ കൗശിക്കിനെ കൂടെ വിളിക്കുകയാണ് നമുക്ക് അടിച്ച് പൊളിക്കാനായിട്ട്. തിരിച്ചീവനല്ലേ തിരികെ വിട്ടാവുന്നല്ലേ തിരുത്തി വെക്കാവുന്നല്ലേ തിട്ടം കൊണ്ടല്ലേ ചേട്ടൻ വന്നല്ലേ ചേട്ട ചെയ്യാവുന്നല്ലേ കേട്ട തുള്ളാവുന്നല്ലേ
நல்லே சேட்டை செய்ய நல்லே வேட்ட துளா நல்லே வேட்டைய நல்லே பாஸ்ட் இஸ் பாஸ்ட் டை ரொம்ப ஃபாஸ்ட் பிக்கா சிக்காதுடா கடவுள் பேரு கலவரம் ஊரில் படைச்சவன் இவனோடுடா லைஃப் ஒரு வாட்டி மாலவ் யூ டுட்டிமா அதில் நம்ம கூட இவ கூட பைத்தோட்டிமா நீ உனக்கா நில்லு ஓ தடுப்பும் தள்ளு அதில் மரவிட்டா மரவந்தா வந்தா ராமையா நீ ராக பாச சேகாரதா ராகம்மா அண்ணா சொடக்கு போட்ட அடி 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 பொலிக்காவனல்லே ஒன்ன சொன்ன மனசிலாயோ அடி 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 சிரிக்க வைக்காவனல்லே ஒன்ன நின்ன மனசிலாயோ மனசிலாயோ அடி பொலிக்காவனல்லே மனசிலாயோ சிரிக்க வைக்காவனல்லே அடித்தல தல கல்லற வெட்டிக்கமா சில்லற வெட்டிக்கமா வெட்டிக்கமா இல்லற வெட்டிக்கமா சொன்னா பட்டிக்கமா பொறம பட்டிக்கமா பண்ணா பட்டிக்கமா பன்மரக்கிற மக்கர நிக்கிற அண்டர கண்டர சூட்டு கண்ணா அண்டர வண்டில சூட்டு கண்ணா அண்டர சூட்டு கண்ணா வண்டர் டியூட்டு கண்ணா இப்பர் சூட் அண்டர் சூட்டு கண்ணா வண்டர் டியூட்டு கண்ணா இப்பர் சூட் அண்டர் சூட்டு கண்ணா வண்டர் டியூட்டு கண்ணா இப்பர் சூட் அடி 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 பொலிக்காவனல்லே ஒன்ன சொன்ன மனசிலாயோ அடி 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 சிரிக்க வைக்காவனல்லே ஒன்ன நின்ன மனசிலாயோ 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 താങ്ക് യു സോ മച്ച് താങ്ക് യു ഹൈ കേമായിണ്ട്. എന്തായാലും ആ ഇവിടത്തെ വെളിച്ചൊന്നും ഇടാവോ ഹാളിലെ? ഹെയ് ടൺ 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 ടൺ. എന്തായാലും ഈ സദസ്സിനെ ഇളക്കി മറിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരു കയ്യടി ആവോ കേട്ടോ. എന്താ പേര്? ഇവാനി. എത്രയില പഠിക്കണേ? പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? സബ്ജക്ട് അങ്ങനെയൊന്നുമില്ല, ഒക്കെ ബുദ്ധിമുട്ടാണോ? ഇത്തിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? ഹിന്ദി. 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 ഏത് സ്കൂളിലാ പഠിക്കണേ? അല്ലൂർ ഇന്റർനാഷണൽ സ്കൂൾ. ആ സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നുണ്ട് കേട്ടോ ഹിന്ദി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന്. ഈ കുട്ടിക്ക് കേരളത്തിൽ വന്ന ഭക്ഷണം കിട്ടില്ല ഹിന്ദി പറയാണ്ട് അല്ലേ? അപ്പോ ആ സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളും പറയണേ ഹിന്ദി ബുദ്ധിമുട്ടാണ്. ചാക്കിയാരെ ഹിന്ദി സബ്ജക്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണെങ്കിൽ ഈ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ലത്. അതാ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിനും കൂടിയാ അല്ലേ? ആൾക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒരു കയ്യടി കൊടുത്ത്. ഞാൻ ഈ ചൊള്ളന്മാരെന്ന് പരിചയപ്പെട്ടെ. എന്താ പേര്? ഉറക്കെ പറയണം. ഏബൽ. എത്രയില പഠിക്കണേ? 8ല്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഇന്ത്യൻ സ്കൂൾ. ഇന്ത്യൻ സ്കൂളില്. അടുത്ത കൊല്ലം ജയിക്കില്ലേ? ജയിക്കും. നന്നായിട്ട് പഠിക്കില്ലേ? പഠിക്കും. കുഴപ്പമില്ല. ഇല്ല. പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? ഇംഗ്ലീഷ്. ഏത് സ്കൂളിലാന്ന് പറഞ്ഞേ? ഇന്ത്യൻ സ്കൂൾ. ആ ഇന്ത്യൻ സ്കൂളില്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന്. അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണെങ്കിൽ ഈ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ലത്. അതാ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറിനെയും കൂടി കുഴപ്പ അല്ലേ? ഇപ്പൊ പറഞ്ഞോ ടീച്ചറെ മാറ്റി തരും അല്ല. തിരിച്ചറിവിനൊരു കൈയടി കൊടുത്തേ. ഇനി ഇയാളുടെ പേര്? ബെനീറ്റോന്നാ? ആ ബെനീറ്റോ. ശരി, സന്തോഷം. ബെനീറ്റോക്ക് ഒരു കൈയടി കൊടുത്തേ. ഇനി ഒരു മുതിർന്ന കുട്ടീനെ ഒന്ന്. സിജു. എവിടെയാ സ്ഥലം? മാവേലിക്കര. എന്ത് രസകരമായിട്ടല്ലേ മലയാളം പറയണേ. നമ്മളൊക്കെ മലയാളികളല്ലേ? നല്ല രീതിയിൽ മലയാളം പറഞ്ഞൂടെ? അറിയാലോ. മാമ്പൂ പിന്മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂ പിന്മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? നല്ല രീതിയിൽ സംസാരിച്ചൂടെ? ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അമ്മ, അപ്പ, ഞാന്, അനിയൻ. ഒന്നുകൂടി ആലോചിച്ച് നോക്കേ. അമ്മ, അപ്പ, ഞാൻ, അനിയൻ. അവരുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? അനീഷ്, ജിജി, ഏബൽ, ഏദൽ.
തീരുമാനമായോ? ഇയാളുടെ പേര് ഏബൽ. ഏബൽ. ആ, എന്ത് രസകരമായിട്ട്, അതായത് നിഷ്കളങ്കതയുടെ മലയാളമാണത്. അതായത് നമ്മുടെയൊക്കെ രക്തത്തില് മലയാളം ഉണ്ടെന്ന് കവികൾ പാടിയിട്ടുണ്ട്. അമ്മിഞ്ഞ പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം, അൻപാണല്ലോ മലയാളം. അതായത് അമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി താരാട്ടുപാട്ട് പാടിത്തരും. നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ടോ? ഉണ്ട്. ഏത് പാട്ട് അമ്മ പാടാറ്? ഓർമ്മയില്ല. ഓർമ്മയില്ല. അപ്പോഴേക്കും കുട്ടി ഉറങ്ങി പോവില്ലേ? എത്ര മക്കളുണ്ട്? 2 പേര്. ഈ മക്കൾക്ക് താരാട്ടുപാട്ട് പാടാറുണ്ടോ? ഒന്ന് പാടി കൊടുത്തൊരു 4 വരി. ക്രിസ്ത്യൻ പാട്ടാണ്. ഉറങ്ങാനുള്ള പാട്ട് 4 വരി. ഇതേത്തോണ്ട് പാടിക്കാണ് കയ്യടി കൊടുക്കണം കേട്ടോ. എന്നുടയോ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, എഞ്ചിറകാടിയാ കുഴപ്പമില്ല. ആ കുട്ടി എന്ത് രസകരമായിട്ടാ പാടിയല്ലേ. ആ മടിയില്ലല്ലോ. ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുത്തേ. എന്നുവെച്ചാല് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ കുട്ടി മാത്രമല്ല, കുട്ടിയുടെ അമ്മ വരെ കിടന്ന് ഉറങ്ങി പോയിട്ടോ. ചില ഒക്കെ കലാകാരന്മാര് കലാകാരികളാണേ. ഇത്തരത്തിലുള്ള ആ താരാട്ടുപാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു. എത്രയോ താരാട്ടുപാട്ടുണ്ടെന്നറിയോ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, അച്ഛനും അമ്മയും ചാരത്ത് നിൽപ്പൂ, ഓടിക്കോ കാറ്റേ നീ ഒച്ച വയ്ക്കാതെ, കണ്ണും പൂട്ടി ഉറങ്ങുക. അല്ലേ? നമുക്കറിയാവുന്ന ഇത്തരത്തിലുള്ള താരാട്ടുപാട്ടിലൂടെ മലയാളം നമ്മുടെ ഒക്കെ രക്തത്തിലുണ്ടെന്ന് പറയണേ. നിങ്ങളുടെ രക്തത്തിൽ മലയാളം ഇല്ലേ? ഇല്ലേ? അപ്പൊ തെറ്റാണ്ട് സംസാരിച്ചൂടെ മലയാളം? സംസാരിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ടാണ് ആദ്യം സംസാരിപ്പിക്കണേ. ഒരു ചമ്പക്കര ഒന്ന് പറ. ചമ്പക്കര. നിങ്ങൾ വിളിച്ചു പറഞ്ഞു ചമ്പക്കര. എളുപ്പല്ലേ പറയാൻ? എളുപ്പല്ലേ? ഒന്ന് പറഞ്ഞു നോക്കി. ചമ്പക്കര. ചന്തക്കര. ചന്തയല്ല, ചമ്പക്കര. ചമ്പക്കര. ചമ്പക്കര ഒന്ന് പറഞ്ഞു സാറേ. ചമ്പക്കര. 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 പറഞ്ഞു ചമ്പക്കര. ചമ്പക്കര. ചമ്പക്കര നമുക്ക് എളുപ്പമല്ലേ പറയാൻ? തെറ്റൂല. തെറ്റരുത്. ഒരു വാക്കും കൂടി. തങ്കപ്പൻ. തങ്കപ്പൻ. നിങ്ങളൊന്ന് പറഞ്ഞു തങ്കപ്പൻ. 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 ഈ 2 വാക്കും തെറ്റോ? ഇല്ല. ഈ 2 വാക്കും തെറ്റോ? തെറ്റരുത്. ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിൽ നിന്ന് വന്ന ചാക്യാരുടെ മുന്നിൽ കൃത്യമായിട്ട് മലയാളം പറയാൻ പോകുന്ന കുട്ടി ഇതാണ്. ഒന്ന് ഫ്രണ്ടിക്ക് കയറിന്ന് തെറ്റാതൊന്ന് പറഞ്ഞു കൊടുത്തേൻ. ഇങ്ങനെയാണ് മലയാളം സംസാരിക്കണ്ടേ. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, മാമ്പൂ പിന്മണമൂലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചങ്കപ്പര തങ്കപ്പൻ, അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി മുതിർന്ന ആളുണ്ട്. ചമ്പക്കര തങ്കപ്പൻ, ചങ്കപ്പര തങ്കപ്പൻ. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? 5-6 കുട്ടികളുള്ള ആളാണത്. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ചങ്കപ്പര. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. അത്രയേ ഉള്ളൂ. കൊട്ടിക്കൈ. അടിപൊളി അല്ലേ? ഇത്രയേ ഉള്ളൂ. എന്ത് രസകരമായിട്ടാ. അപ്പോ ഈ കുട്ടിയാണ് ഇവിടെ അല്ലേ? ഒരു കൈയ്യടി സ്പെഷ്യൽ കുട്ടി. ആ 3 പേർക്ക് കൂടി ഈ കുട്ടി കൊടുത്തു. ദൈവമേ, അത് അടിക്കുമെന്ന് പറയണോട്ടോ. കീഴ്ഭാഗത്തൊന്നുമില്ല, ഫാൻസ് ഒന്നും അല്ലേ കേട്ടോ. ആയിക്കോട്ടെ, ഒരു കൈയ്യടി ആ പൊട്ടിക്കുന്ന ആൾക്ക് കൊടുത്തേ. അണ്ടകത്തി കുഴപ്പമില്ല, ആയിക്കോട്ടെ. അപ്പോ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാൻ പോവാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാടിയിട്ടുള്ള പാട്ടാണ്. ഏതാണെന്നറിയാം? കുഞ്ചിയമ്മക്കഞ്ച്. അതറിയാലോ? ഇങ്ങോട്ട് പാടി ഒരു കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. താളത്തിന് കൈയ്യടി കൊടുക്കണം കേട്ടോ. കുഞ്ചിയമ്മക്കഞ്ച് മക്കളാണേ, 5-മനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. എന്ത് രസമായിട്ട് പാടിയ. ഈ കൈയ്യടി പോരാ, കൊടുക്ക്. അപ്പൊ നമുക്ക് കുഞ്ചിയമ്മ എന്ന് പറയാൻ എളുപ്പല്ലേ? അവര് കൈയ്യടിച്ചതിന് ഒരു താങ്ക്സ് പറഞ്ഞേ. താങ്ക് യു. താങ്ക് യു.
കൈയടിച്ചതിന് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മലയാളം പറയുന്നുള്ള പ്രതീക്ഷയോട് കൂടാണ് കൈയടി എന്നാണ്. ഒന്ന് പറഞ്ഞൊക്കെ കുഞ്ചിയമ്മ. കുഞ്ചിയമ്മ. ഉറക്കെ പറയണം. കുഞ്ചിയമ്മ. കുഞ്ചിയമ്മ. കിണ്ടി കഴുകിയപ്പോ. കിണ്ടി കഴുകിയപ്പോൾ. അതെന്താ അങ്ങനെ ഒരു ചിരി? കുഞ്ചിയമ്മ. കുഞ്ചിയമ്മ. കിണ്ടി കഴുകിയപ്പോ. കിണ്ടി കഴുകിയപ്പോ. കിണ്ടി കുണ്ടിൽ വീണു. ഒന്ന് കിണ്ടി കഴുകണോ? മാവേലിക്കാർക്കാരന് കിണ്ടി കഴുകണ്ടെന്ന് പറഞ്ഞു. ആ കൃത്യമായിട്ട് പറഞ്ഞ ആളിവിടെ ഉണ്ട്. ഒരു കൈയടി കൊടുത്തേ. അടിപൊളി. കുഞ്ചിയമ്മ. കുഞ്ചിയം. കിണ്ടി കഴിക്കപ്പോ. കിണ്ടി കഴിയ. കിണ്ടി കുണ്ടിൽ വീണു. കിണ്ടി കുണ്ടിക്ക്. ആ കുഞ്ചിയമ്മ കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടിൽ വീണു. കുഞ്ചിയമ്മ. ഞാൻ മലയാളത്തെ കുറിച്ച് എന്തൊരു തള്ളാ തള്ളിയ. മാമ്പൂ പിന്മണ മൂലും നമ്മുടെ അല്ലേ? സാറിന് ഒന്നുകൂടി കിണ്ടി കഴുകണോ? വേണ്ട. എന്നാ ഇവർക്കൊരു കയ്യടി കൊടുത്തെന്ന് പറഞ്ഞു വിട്ടാലോ? പോയിരുന്നു നോക്കിക്കോളൂ. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുള്ളത് ഹിന്ദിയല്ലേ? കേരളത്തിലേക്ക് പോകണമെങ്കിൽ ഹിന്ദി പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. പോക്കോട്ടെ. സർവേശ്വരന്റെ അനുഗ്രഹം ഈ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാവട്ടെ, മുതിർന്ന ആൾക്കുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചാക്യാർ ഇതോടെ കാണിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ആ കുട്ടികൾ തെറ്റ് പറഞ്ഞിട്ടില്ല. പറയാൻ പോയിപ്പോഴേക്കും എന്തൊരു ചിരിയാ ചിരിച്ചേ. ഇതാണ് മലയാളി. നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഇവിടെ തെറ്റ് പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? തെറ്റ് പറ്റാത്തവര്? എനിക്ക് ഓർക്കസ്ട്ര ആ മനോജനെ ഒന്ന് വിളിക്കണേ. ഓർക്കസ്ട്രക്കാരനെ ഒന്ന് വിളിക്കണേ. അതായത് ഇന്നിപ്പോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണതേ, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പച്ചനെയും അമ്മച്ചനെയും ഇഷ്ടമുള്ള ആളുകളൊന്ന് കൈവയ്ക്കുക. സ്വന്തം അപ്പച്ചനും അമ്മച്ചനെയും ഇഷ്ടമുള്ള ആളുകള് എല്ലാവർക്കും ഇഷ്ടാ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണ് അപ്പച്ചനും അമ്മച്ചിയൊക്കെ. നമുക്കൊരു സന്തോഷം വരുമ്പോ നമ്മൾ ഇന്നൊരു മനുഷ്യനായിട്ട് ഇവിടെ ഇരിക്കാൻ കാരണം, സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ കാരണം നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയാ അല്ലേ? ഇന്ന് കേരളത്തിലെ മാതാപിതാക്കളെ ക്രൂരമായി തല്ലി ചതയ്ക്കുന്ന മക്കളുടെ കാല. ഇങ്ങോട്ട് ഈ മുരൾച്ചയാണ് പിള്ളേർക്ക്. എടാ മൊബൈൽ നിർത്തിച്ചോളാം, ഞാൻ എടുത്തോളാം. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ ഒരു മുരൾച്ച. അതായത് ആരാണ് അപ്പൻ ആരാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ല. കേരളത്തിന്റെ അവസ്ഥയായിട്ടോ പറയണേ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നിമിഷം പ്രായഭേദമന്യേ എന്നെ കേൾക്കുന്ന ആളുകള് നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഈ ആദിവല തിരുനാളോടനുബന്ധിച്ച് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേൻ. മൺമറിഞ്ഞു പോയവരൊക്കെ ഉണ്ടാവാം. അവരൊന്ന് ഓർത്തേൻ. ഈ പ്രവാസ ലോകത്ത് വെച്ചിട്ട് നമ്മുടെ സ്വന്തം അപ്പനും അമ്മേനെയും ഓർത്തോ നിങ്ങള്? കാരണം നമ്മൾ സന്തോഷിക്കുമ്പോഴും അല്ലെ ദുഃഖിക്കുമ്പോഴും നമ്മോടൊപ്പം കൂടി ഉണ്ടാവേണ്ട ആളുകളാണ് അപ്പച്ചനും അമ്മച്ചിയും. ഇന്നത്തെ പുതിയ തലമുറ അത് മറന്നു പോവാ. ആരാണ് അപ്പൻ ആരാണ് അമ്മ? ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ ആരാ നമ്മുടെ അമ്മ ആരാ നമ്മുടെ അപ്പൻ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊന്ന് പ്ലേ ചെയ്തു തരുമോ? ഈ അമ്മ എന്ന് പറഞ്ഞാലേ മക്കളെ, കുഞ്ഞു മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടോ, നിങ്ങളുടെ അമ്മ ആരാണെന്ന്. സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംവദിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് ഊട്ടി നടന്ന് കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പാടുപെടുന്ന ഒരു സ്നേഹത്തിന്റെ പേരാണ് മക്കളെ അമ്മ. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനും ഒക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷകശ്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്തൊരു സ്നേഹത്തിന്റെ പേര് കൂടിയാണ് അമ്മ അല്ലേ? പഴയ കാലത്തേക്കൊക്കെ പോവാം. നമ്മൾ ഈ പ്രവാസ ലോകത്തേക്ക് വരുന്നതിന് മുന്നേ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലേ. മക്കൾ ഇങ്ങനെ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ നിരന്നു വന്നിരിക്കും. ഇന്നത്തെ മാതിരി അല്ല കേട്ടോ പഴയ കാലം. ഇന്നിപ്പോ വാട്സപ്പിൽ നിന്ന് അടുത്ത റൂമിൽ നിന്ന് ചോദിക്കാം അമ്മയ്ക്ക്, അമ്മേ ഫുഡായോ? ആ കാലഘട്ടമല്ല, പഴയ കാലഘട്ടേ മക്കളൊക്കെ നിരന്നു വന്നിരിക്കും. അമ്മ ആ ചോറും കലം കൊണ്ട് മക്കളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഈ ഭക്ഷണം തികയില്ല, ദാരിദ്ര്യമാണ് വീട്ടിലേ. അപ്പൊ മക്കൾ ചോദിക്കും, അമ്മയ്ക്ക് എന്താ വിളമ്പാത്തേ? ഞങ്ങൾക്കൊക്കെ വിളമ്പിയില്ലോ. അപ്പൊ അമ്മ ഒരു കള്ളം പറയും. എന്താണെന്നറിയോ? മക്കളെ എനിക്ക് വിശപ്പില്ലടാ, എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടമായില്ല, നിങ്ങളൊക്കെ കഴിക്കണം കേട്ടോ, ഒരു തരി വറ്റുപോലും ബാക്കി വെക്കരുതെന്ന് കള്ളം പറഞ്ഞിരുന്ന ഒരു സ്നേഹത്തിൻ്റെ പേര് കൂടിയാണ് അമ്മ.
ഇതൊക്കെയല്ലേ നമ്മുടെ അമ്മ അല്ലേ? ഉമ്മറപ്പടിയിൽ നിന്ന് രണ്ടാം കുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കണ കണ്ട നമ്മുടെ പ്രായമുള്ള അമ്മ കണ്ട എപ്പോഴും പറയും മക്കളെ അതിന് തുറന്നു വിടടാ. അതിനതിൻ്റെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ച മാതൃസ്നേഹത്തിൻ്റെ പറുദീസയല്ലേ അമ്മ? അല്ലേ? ഇതല്ലേ അമ്മ? ഇനി അപ്പച്ചന്മാരെ കുറിച്ച് പറഞ്ഞില്ല വെച്ചാൽ ദേഷ്യപ്പെടരുത് കേട്ടോ. ഈ അപ്പച്ചന്മാരെന്ന് പറയുന്നത് ഇത്തിരി ഗൗരവക്കാരാണല്ലോ അല്ലേ? ഈ ഭക്ഷണം തികയില്ല എന്ന് അമ്മ കള്ളം പറയുമ്പോൾ അപ്പന് മനസ്സിലാവും ഭക്ഷണം ഇല്ലാണ്ടാന്ന്. പക്ഷേ അപ്പനൊരു അഭിനയം ഉണ്ട് അവിടെ കിടന്നിട്ട് മക്കളുടെ മുന്നിൽ വെച്ച് അമ്മേനെ അങ്ങോട്ട് ചീത്ത പറയും. നീ അവിടെ നോക്കിയിട്ട് അരിയിട്ടെ, അവിടെ കല്ലും മണ്ണല്ലേ, മനുഷ്യ തിന്നണ്ടേ അല്ലേ? ആ ചോറിന്റെ പകുതി അവിടെ വെച്ചിട്ട് അപ്പൻ എഴുന്നേറ്റ് പോവും. അപ്പൊ മക്കൾ വിചാരിക്കേ അപ്പച്ചൻ ഇത്ര ക്രൂരനാണോ, എന്തിനാ അമ്മച്ചിനെ ചീത്ത പറഞ്ഞേ? അത് മക്കൾ അറിയാതെ അപ്പൻ അമ്മയ്ക്ക് നൽകിയ സ്നേഹത്തിന്റെ പകുതി ചോറായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ പഴയ കാലഘട്ടത്തിലെ മക്കൾ വളർന്നു വലുതായി ഒരു അപ്പച്ചനും അമ്മച്ചിക്ക് ആകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിമാരല്ലേ ഈ ഹാളിലുള്ളത്? ഇതൊക്കെയല്ലേ നമ്മുടെ അപ്പനും അമ്മയും അല്ലേ? ഇന്ന് മക്കള് പഴയ കാലത്തേക്ക് പോകുമ്പോഴേ മലമൂത്ര വിസർജനം ചെയ്ത് നമ്മളൊക്കെ കിടന്നൊരു കാലഘട്ടം ഉണ്ട്. എല്ലാവരും കുഞ്ഞായിരിക്കുമ്പോ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ അറപ്പാ, പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പുണ്ടോ? അറപ്പുണ്ടാവില്ല. അമ്മ വരും, പുതിയ തുണിയൊക്കെ വെച്ച് തരും, ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെറുകയിൽ തുരുതുരാന്ന് ഉമ്മ തരും, തിരിച്ചും കൊടുക്കും അമ്മയ്ക്ക് ഉമ്മ. എൻ്റെ ചോദ്യം ഉണ്ട് കേട്ടോ, പ്രായമായ അപ്പനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്ന എത്ര മക്കള് ഇവിടെയുണ്ട്? പ്രായമായ അപ്പനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്ന എത്ര മക്കള്? കുറച്ച് പേര് കൈവയ്ക്കുന്നുണ്ട് അല്ലേ? കാരണേ ജീവിതം ചെറുതാണേ. കിട്ടുന്ന സമയം അങ്ങോട്ട് ആഘോഷിക്കുക, തുരുതുരാന്ന് പ്രായമുള്ളവർക്കൊക്കെ ഉമ്മ കൊടുക്ക്. അതൊക്കെ ആകട്ടെ. ഈ ആദിഫല പെരുന്നാളിന്റെ മറ്റൊരു സന്ദേശം ഒന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് കൂടെ കൈയടിക്കോ? ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം, ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം. അതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, അതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.